അപ്പൊ ഞാൻ ഫെയ്ത്ത് റലത്തെ കുറിച്ച് പറഞ്ഞു, അനോയിന്റിംഗ് റലത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ഗ്ലോറി റലം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഗ്ലോറി റലം ഒരു റെവലേഷനാണ്. അത് പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാൻ ഒക്കത്തില്ല. ഗ്ലോറി റലത്തിന്റെ പ്രത്യേകത, ആ റലത്തിന്റെ റെവലേഷൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് കർത്താവ് അതിൻ്റെ അകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഏഞ്ചലിക് റലത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞ ആ നിമിഷം മുതൽ ഇതുവരെ ഏഞ്ചൽസിനെ ആളുകൾ കാണുകയാണ്. നമ്മൾ ഫയർ അനോയിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഗ്ലോറി റലത്തിന്റെ അകത്ത് അത് ഓണാവും. എന്ത് നമ്മൾ പറയും അതേ ഓണാക്കി തരത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഗ്ലോറി റലത്തിന്റെ പ്രത്യേകത. ഇത് ഞാനൊരു പുസ്തകത്തിൽ നിന്ന് എന്റെ നോട്ട്സ് എഴുതിയിരിക്കുന്നതാണ്. ഇത് എന്റെ നോട്ട്സ് അല്ല, ഇത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തി ദൈവദാസന്മാർ എഴുതിയ നോട്ട്സ് ചെയ്യുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുൻപേ പഠിച്ചത് എഴുതി വെച്ച നോട്ട് വായിക്കും. അതുകൊണ്ട് ഇത് യൂട്യൂബിൽ അല്ല ഫേസ്ബുക്കിൽ കട്ട് ചെയ്തിട്ടിട്ട് അനീഷ് മനസ്സൂഫൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നതിൽ കഥയില്ല. ഇത് ഈ നഴ്സറി പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യാതെ ഇത് കേൾക്കുകയും വായിക്കുകയും ഇതിനെക്കുറിച്ച് റിസർച്ച്, ഇപ്പൊ ലിക്വിഡ് ഫയറിന് എല്ലാവരും കൂടെ എടുത്തു വെച്ച് അത് തെറ്റാന്നൊക്കെ പറഞ്ഞ് അവസാനം മനസ്സിലാക്കി റെയ്നാഡ് ബോങ്കെ ആണ് ലിക്വിഡ് ഫയർ എന്നുള്ള വേർഡ് തന്നെ പറഞ്ഞതെന്നുള്ളു. അപ്പൊ ഇനിയിപ്പോ വിമർശകർ എന്ത് പറയും? റെയ്നാഡ് ബോങ്കെ ഇനി കള്ള ഇവാഞ്ചലിസ്റ്റ് അത് എഴുതട്ടെ, റെയ്നാഡ് ബോങ്കെ കള്ളനാന്ന് പറയട്ടെ, റെയ്നാഡ് ബോങ്കെ ആത്മാക്കളെ നേടിയിട്ടില്ല എന്നൊക്കെ മലയാളികൾ എല്ലാവരും കൂടെ പറയട്ടെ. എന്നാ മടയാത്തരുമാ. നീ ലോകത്തിന് മുൻപിൽ നാണം കെടാതെ ഇനിയെങ്കിലും നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്ന എപ്പോഴും നല്ലത്. വർഷങ്ങൾക്ക് മുൻപേ റെയ്നാഡ് ബോങ്കയുടെ കാലം മുന്നേ വർഷങ്ങൾക്ക് മുൻപ് ഒരു അപ്പോസ്തല സ്ത്രീയാണ് ലിക്വിഡ് ഫയറിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റെയ്നാഡ് ബോങ്കയുടെ ഒരു വീഡിയോയ്ക്കകത്ത്, അതും റീസെന്റ് വൺ ഓഫ് ദ വീഡിയോസ്, മരിക്കുന്നതിന് മുൻപേ ഉള്ള ഇവാഞ്ചലിസത്തിന്റെ അകത്തുള്ള പ്രത്യേക കാര്യമാണ് ലിക്വിഡ് ഫയർ. ലിക്വിഡ് ഫയർ ഇല്ലാതെ ഇവാഞ്ചലിസം ചെയ്ത കുറെ നാട്ടുകാരും എന്താ മദ്യപാനം വിടുന്നതിന് എന്താ പറയുന്നത് മലയാളത്തില്? മദ്യവിമോചന യാത്രകൾ നടത്താന്നല്ലാതെ യേശുവിനെ ഉയർത്താൻ ഒക്കത്തില്ല. ലിക്വിഡ് ഫയർ അനോയിന്റിംഗ് ഉണ്ടെങ്കിൽ ആ ദേശത്തുള്ള മദ്യപ ഷോപ്പുകൾ തന്നെ അടഞ്ഞു. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയാം. He said, I baptize you in water. But somebody who is greater than I, of whom I'm not worthy to open, to loosen his sandals, he is the baptizer with the Holy Spirit and with fire. John was baptizing in the cold waters of Jordan. That's why some people still think Christianity is cold and wet. But Jesus, he said, who was coming just behind him, he is the baptizer with the Holy Spirit and with fire. So, here is my picture. John standing in the cold waters of Jordan, baptizing unto repentance, okay? Jesus is not baptizing in water. He is standing in another element. He's baptizing into the Holy Spirit and with fire. John in the water, Jesus in a river of liquid fire. Liquid fire. Oh, what good news! What good news! What good news! Now, you may have heard it before, but it doesn't matter. That's Sunday school class. You see, the word baptism actually means just to be dipped under. It means an immersion. That's what baptism means. And in ancient times, this word was a common word, more in commerce. Today it's a religious word, but in those days it was a commercial word. Now, Jesus baptizes us into the Holy Spirit. In olden times, when the dyers were dyeing the garments or the textiles, the cloths, they took that cloth and slowly dipped it into the dye. And when it was right under, it
all the dye up. It took the dye, and suddenly the dye was in the cloth as the cloth was in the dye. That is what baptism means. Jesus baptizes you into a river of liquid fire. He is here to do that just now. Wow! നമ്മൾ ഗ്ലോറി ലലത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ എന്ത് വിശ്വസിക്കാതെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ ഗ്ലോറി ലലത്തെ കുറിച്ച് ഞാൻ ഫെയ്ത്ത് ലലത്തെ കുറിച്ച് പറഞ്ഞു, അനോയിന്റിംഗ് ലലത്തെ കുറിച്ച് പറഞ്ഞു. ഗ്ലോറി ലലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ വിസിബിൾ ഫോം. ഇറ്റ് ഈസ് ഗോഡ് ഡൂയിങ് ഹിസ് വർക്ക്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് അക്കോർഡിംഗ് ടു ഹിസ് സോവർണിറ്റി ആൻഡ് ഇനിഷ്യേറ്റീവ്. ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് റിവൈവൽ. റിവൈവലിന്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒറ്റ റലമേ ഉള്ളൂ, ഗ്ലോറി റലം. നമ്മുടെ സാധാരണ മീറ്റിംഗ്സിൽ മറ്റു രണ്ട് റലം ഓപ്പറേറ്റ് ആവും. ഫെയ്ത്ത് റലം ഓപ്പറേറ്റ് ആവും, അനോയിന്റിംഗ് റലം ഓപ്പറേറ്റ്. അതുകൊണ്ടാണ് സൗഖ്യങ്ങൾ, വിടുതൽ. റിവൈവലിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഓൾവേസ് ദ റലംസ് ഓഫ് ഗ്ലോറി. അസൂസ ആയിക്കോട്ടെ, പെൻസക്കോള ആയിക്കോട്ടെ, ഗ്ലോറിയിലാണ് അതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഈ അസൂസ റിവൈവലാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചർച്ച് ഉണ്ടാകുകയും ചർച്ച് ഓഫ് ഗോഡിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും കേരളത്തിലേക്ക് വന്ന് ഇന്ന് കാണുന്ന ഈ IPC ഉൾപ്പെടെ അസൂസ റിവൈവലിന്റെ പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു റിവൈവലിനെയും 20 ദിവസം കൊണ്ട് അളക്കരുത്. അന്ന് അസൂസയിൽ 20 ദിവസം കൊണ്ട് അളന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ IPC എന്നൊരു പ്രസ്ഥാനം വരുന്നുള്ളത്? വർഷങ്ങൾക്ക് ശേഷം IPC വരുന്നത്. അതിന്റെ എഫക്ട് ഇന്നുകൊണ്ട് പെന്തക്കോസ്റ്റൽ ചർച്ചസിന്റെ പാസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും അസൂസയുടെ റിവൈവലല്ലേ. അസൂസ റിവൈവൽ എന്താ സംഭവിച്ചത്? ആത്മവിശ്വസതയാണ്, ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വസത. അസൂസ റിവൈവലിൽ തീയോടെ തീയായിരുന്നു. അത്രയും തീ ഇതിൽ നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. തീയുടെ ബഹളമായിരുന്നു അസൂസ റിവൈവലിൽ. ഫയർ എഞ്ചിൻ വരുന്നു, അണയ്ക്കാൻ നോക്കുന്നു, അണയ്ക്കാൻ പറ്റുന്നില്ല. ബിൽഡിങ്ങിന് പുറത്ത് തീ കത്തുന്നു, ആളുകളുടെ തലയുടെ മുകളിൽ തീ കത്തുന്നു. ഇത് ഇച്ചിരി കാശ് ചെലവാക്കി എന്തെങ്കിലുമൊക്കെ നെറ്റിൽ ഇടുന്നതിന് മുൻപേ ഇച്ചിരി കാശ് ചെലവാക്കി ഒരു അമേരിക്കൻ വിസ എടുത്തോ, അല്ലെങ്കിൽ അമേരിക്കൻ വിസ ഓൾറെഡി ഉള്ളവരാണല്ലോ ഇവരൊക്കെ, അവിടെ ചെന്നിരുന്ന് അസൂസ റിവൈവലായിട്ട് ബന്ധപ്പെട്ടവരൊന്ന് കാണുകയോ സംസാരിക്കുകയോ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതുന്നതാണ് ഇച്ചിരിയെങ്കിലും തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുള്ള ബോധ്യം വരും. നമ്മളൊരു കാര്യം പറയുമ്പോഴേ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് പറയുന്നതല്ല, വെറുതെ വിമർശിക്കാതെ അറിയാത്ത കാര്യങ്ങൾ പൊട്ടന്മാരെ പോലെ പറയാതെ. അസൂസ റിവൈവൽ ഹിസ്റ്ററി വായിച്ചു നോക്കണം. അസൂസ റിവൈവലിന്റെ അനുഭവങ്ങൾ, അവർ ആത്മവിശ്വസത്തില്ല. അത്രയും ആത്മവിശ്വസത സത്യത്തിൽ നമ്മുടെ റിവൈവൽ ഇതുവരെ വന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുക ആ ഗ്ലോറി വീഴാൻ. വീണ പിന്നെ അടുത്ത ദിവസം എഴുന്നേക്കത്തുള്ളൂ. ഇവിടെ ഇന്നലെ സിസ്റ്റർ വീണ് കിടന്നു. എത്ര മണിക്കൂർ കിടന്നു? 2 hours എഴുന്നേറ്റ് പോയി. അസൂസ റിവൈവൽ എങ്ങാനും വീണിരുന്നെങ്കിൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ആത്മവിശ്വസത വന്ന ആംബുലൻസിൽ വന്ന ആളുകളെ കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ ഇതുവരെ ഒരു ആംബുലൻസ് നമ്മുടെ ചർച്ചയിൽ വന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല. അതിന്റെ പ്രോഡക്റ്റായി നീ കാണുന്ന പെന്തക്കോസ്റ്റലിസം. ഇന്ന് നമ്മൾ പറയുന്ന കേരളക്കരയിലെ പെന്തക്കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇത് അവിടെ അമേരിക്കയിൽ സംഭവിച്ച ഉണർവിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ റിവൈവലിന് ഭയങ്കര പ്രോഡക്റ്റ് ഉണ്ടാവും. അത് അസൂസയും IPC തമ്മിലുണ്ടായ ഡിസ്റ്റൻസ് 10-40 വർഷം പോലും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പൊ ഭയങ്കര വേഗതയാണ് എല്ലാ കാര്യത്തിൻ്റെ അകത്ത്. ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത 3 വർഷത്തിന്റെ അകത്ത് തന്നെ ഈ റിവൈവലിന്റെ വലിയൊരു റിസൾട്ട് രാജ്യങ്ങളിൽ നിങ്ങൾ കാണും. ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുമ്പം കർത്താവിനോട് പറഞ്ഞത്, ഹോളി സ്പിരിറ്റ് റിവൈവൽ എന്ന് പറഞ്ഞ് തന്നെ ചർച്ചസ് സ്റ്റാർട്ടാവും. പലരും പോയി രാജ്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും ഹോളി സ്പിരിറ്റ് റിവൈവൽ ചർച്ച്. നമ്മൾ ചിന്തിക്കും ഇതെല്ലാം അനീഷ് പാനോ സ്റ്റീഫൻ പാസ്റ്ററിന്റെയും ടിജോ പാസ്റ്ററിന്റെയും റൈസൻ പാസ്റ്ററിന്റെയും എന്തോ ഓർഗനൈസേഷൻ കീഴിലോ, ഇത് ഒരു ഓർഗനൈസേഷന്റെ കീഴിലും വരത്തില്ല. ഇത് അങ്ങനത്തെ ഒരു മൂവേ അല്ല. ദൈവം ഇത് തുടങ്ങിയത് 4-5 ശുശ്രൂഷകളെ ലീഡ് ചെയ്യുന്ന അഭിഷക്തന്മാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇതൊരു പ്രസ്ഥാനമാകത്തേ ഇല്ല. പക്ഷെ ഇത് പരിശുദ്ധാത്മാവിന്റെ ചലനം തന്നെയാണ്. ഇനി നിങ്ങൾ വിശ്വസിച്ചു അയർലാൻഡിലൊക്കെ ചർച്ചിന്റെ പേരെന്താ? ഹോളി സ്പിരിറ്റ് റിവൈവൽ ചർച്ച്. എന്താ ഓസ്ട്രേലിയ ചർച്ചിൽ ഹോളി സ്പിരിറ്റ്? അയ്യോ, അത് ഇലക്ട്രോണിക് സിറ്റിയിൽ നടന്നൊരു ഉണർവല്ലേ, അങ്ങനെ പറയും. അതിന്റെ പ്രോഡക്റ്റാ ഞങ്ങളത് പറയും, അതിന്റെ റിസൾട്ടാ ഞങ്ങളത് പറയും. ആ തരത്തിൽ കർത്താവ് മൂവി ഇന്നലെ രാത്രി ഞാൻ കേട്ടതുള്ളൂ. നിങ്ങളിത് എഴുതി വെച്ചോ.
അടുത്ത 3 വർഷത്തിന്റെ അകത്ത് എല്ലാ ഭൂഖണ്ഡങ്ങൾക്കകത്തും ഈ ചർച്ചിന്റെ ഹോളി സ്പിരിറ്റ് റിവൈവൽ എന്നൊരു പേര് അതിൻ്റെ അകത്ത് വരും. ഹോളി സ്പിരിറ്റിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചർച്ച ആയിരിക്കും. ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചർച്ച ആയിരിക്കും. ഹോളി സ്പിരിറ്റിന് തന്നെ കംപ്ലീറ്റ് ലീഡർഷിപ്പും കൊടുക്കുന്ന ഒരു ചർച്ചാക്കി മാറ്റുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. Come on, വിശ്വസിക്കുന്നെങ്കിൽ വായികളെ തുറന്ന് അന്യ ഭാഷയിൽ സംസാരിക്കുക. ഗ്ലോറിക്കകത്ത് ദൈവശക്തിയെ വിസിബിൾ ഫോമിൽ മാനിഫെസ്റ്റ് ചെയ്യും. വിസിബിൾ ഫോമിലുള്ള മാനിഫെസ്റ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഓൺലൈനിൽ ഈ മൺഡേ രാവിലെ ഏകദേശം 946 ആളുകൾ ജോയിൻഡ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കേരളത്തിൽ അങ്ങനെ ലൈവ് കണ്ടിട്ടുണ്ടോ? മൺഡേ രാവിലെ ആര് നിന്ന് പ്രസംഗിച്ചാൽ ഇത്രയും പേര് ജോയിൻ ചെയ്തില്ല. സൺഡേ പ്രസംഗിച്ചാൽ നല്ല വ്യൂവർഷിപ്പ് ഉള്ള പാസ്റ്റർ ടിനു ജോർജിനൊക്കെ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. പാസ്റ്റർ ടിനുവിന്റെ പ്രസംഗം കേൾക്കാനൊക്കെ ഒത്തിരി പേര് ആഗ്രഹം. പക്ഷെ പാസ്റ്റർ ടിനു ജോർജിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നെല്ലാം ഒത്തിരി രോഗികളും ഭാരമുള്ളവരും വിടുതലും പ്രയർ റിക്വസ്റ്റ് ഇങ്ങനെ റോക്കറ്റ് വിട്ടതുപോലെ പോകും. ഇത് കാണുന്ന മുഴുവനും പാസ്റ്റർമാരും പാസ്റ്റർമാരുടെ ഭാര്യമാരും ലീഡേഴ്സും ദൈവവേലയുമായിട്ട് ഈ ജനറൽ കൺവെൻഷൻ വെച്ചാൽ അല്ലെങ്കിൽ സുവിശേഷ മഹായോഗം വെച്ചാൽ 10,000 പേരെ കൂട്ടാൻ എളുപ്പമാണ്. പക്ഷെ 100 പാസ്റ്റർമാരെ കൂട്ടാനാണ് ഏറ്റവും പാട്. ഇത് 100 കണക്കിന് ദൈവദാസന്മാരും പാസ്റ്റർമാരും ഓൺലൈനിൽ കയറിയിരിക്കുന്നത് ഇറങ്ങാൻ മേലാതെ. അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. നോ, ഇറ്റ് ഈസ് ദ വിസിബിൾ ഫോം ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവർ ഓഫ് ഗാഡ്. എന്തിനാ പാസ്റ്റേഴ്സ് നിങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നത്? ഈ അക്സയും കുടുംബമാണെങ്കിൽ ഏത് വെക്കേഷനും സൈറ്റ് സീയിങ് ഉണ്ട് അവർക്ക്. ഒന്നിൽ ബോംബെ, ഒന്നിൽ ഗോവ. ഇവിടെ കുത്തിയിരിക്കുക 2 പേരും സൈറ്റ് സീയിങ്ങും പോയി. മമ്മി ഇവിടെ റിവൈവൽ എന്ന് കേട്ടപ്പോൾ തന്നെ മമ്മി ജീവനും കൊണ്ട് ഓടി വന്ന് 3-ാമത്തെ ദിവസം എത്രാം ദിവസം വന്ന് സെക്കൻഡ് തന്നെ വന്നു. അയ്യോ, ഭയങ്കര തിരക്കോട്. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് കുവൈറ്റിൽ. തിരക്കുള്ള ആളുകൾ സെക്കൻഡ് ഡേ തൊട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. 18 ദിവസം കൊണ്ട് സൈറ്റ് സീയിങ്ങിന് പോവാതെ ഇരിക്കുക. പാസ്റ്റർ ചർച്ചും എല്ലാം ഇട്ടേച്ചു വന്ന് ഇങ്ങനെ ബാംഗ്ലൂരിൽ ഇരിക്കുക. ബിക്കോസ് ദിസ് ഇസ് എ വിസിബിൾ ഫോം ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ്. നമ്മള് മേഘം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, മേഘമൊക്കെ വരട്ടെ. പക്ഷെ ദൈവ സാന്നിധ്യത്തിനകത്ത് പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ വിസിബിൾ ഫോം ആണ് ഗ്ലോറി റലത്തിന്റെ അകത്ത് മാനിഫെസ്റ്റഡ് ആകുന്ന. ഗ്ലോറി റലത്തിന്റെ അകത്ത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3:18 നമ്മൾ എപ്പോഴും ഓർക്കണം. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. 3:17 സ്വാതന്ത്ര്യം. ചർച്ചിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എ ബിലീവർ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് all his emotions when in the presence of God. ഈ ഹോളി സ്പിരിറ്റിന്റെ പ്രത്യേകത സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ സഭകളിൽ സ്വാതന്ത്ര്യത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഭയങ്കര ഇന്റലക്ച്വലായി. നമ്മൾ പതുക്കെ ട്രഡീഷണൽ ചർച്ച് പോലായി. നീറ്റായിട്ട് ഡ്രസ് ചെയ്ത് വരണം. വെൽ, ഇറ്റ്സ് വെരി ഗുഡ്. നീറ്റായിട്ട് തന്നെ ഡ്രസ് ചെയ്ത് വരണം. പക്ഷെ ഹോളി സ്പിരിറ്റിനെ ഗ്രീവ് ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനവും നമ്മൾ അനുവദിക്കരുത്. ഒരാൾക്ക് കരയണം തോന്നിയാൽ കരയാൻ സമ്മതിക്കണം. ഇന്നലെ ആരൊക്കെയോ രാത്രി ഒത്തിരി നേരം സന്തോഷിച്ചു, ചിരിച്ചു. സമ്മതിച്ചു കൊടുക്കണം. ചർച്ചസിന്റെ അകത്ത് നമ്മൾ പാട്ടൊക്കെ പാടും. ദാവീദിനെ പോലെ നൃത്തം ചെയ്യും. ദാവീദിനെ പോൽ നൃത്തം ഞാൻ ചെയ്തിടും, ഹല്ലേലൂയ മാനവത്വം. അതുപോലെ ആരെങ്കിലും നൃത്തം ചെയ്ത് അപ്പൊ തന്നെ പറയും ഭൂതമെന്ന് പറയും. പിതാ രാജേഷ് പാസ്റ്റർ ഇന്നലെ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിനെ ഭൂതമെന്ന് പറഞ്ഞതിനെയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. അത് ക്ഷമിക്കപ്പെടില്ല. അത് എത്ര വലിയ ദൈവദാസനാണെങ്കിലും. ആരെങ്കിലും ഫേസ്ബുക്കിൽ ഈ ഹോളി സ്പിരിറ്റ് മൂവ്മെന്റിനെ ഇത് ഡിമോണിക്കാന്ന് എഴുതുന്ന, അതുകൊണ്ട് ഞാൻ വാർണിംഗ് തരുന്നത് വീണ്ടും ഈ ചർച്ചിന്റെ പാസ്റ്റർ നിലയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നൊരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ വാർണിംഗ് തരുന്നത് അത് അപകടമാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ ഉൾപ്പെടെ അപകടം പിടിച്ച ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്. യേശുവിനെതിരെ എന്ത് പറഞ്ഞാലും യേശു ക്ഷമിക്കുന്ന ബൈബിൾ. പക്ഷെ യേശു പരിശുദ്ധാത്മാവിനാൽ തുടങ്ങിയ കാര്യങ്ങൾ ബെൽസൽ ഇന്ന് ഭൂതത്താലാന്ന് പറഞ്ഞപ്പോഴാണ് പ്രോബ്ലം ആയത്. പെർസിസ് സിസ്റ്റർ ഈ ഫാസ്റ്റിംഗ് പ്രയർ നടിക്കുന്നത്, പെർസിസ് ജോൺ സിസ്റ്റർ, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ അവരുടെ ടെസ്റ്റ് മണി കേൾക്കണം. പെർസിസ് സിസ്റ്ററിനെ ഞാൻ ഇതിനെ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചത് ഇങ്ങനെയാണ്: സിസ്റ്റർ വന്ന് പാട്ട് പാടണ്ട, സിസ്റ്റർ പ്രസംഗിക്കുക, മിനിസ്റ്റർ ചെയ്യുക. അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് ഉണർവിനെ കുറിച്ച് ബോധ്യം കിട്ടിയപ്പോൾ അവരുടെ ടെസ്റ്റ് മണി ലൈവ് കിടപ്പുണ്ടത്. അവർ പറയുന്നുണ്ട്, അവരൊരു IPC പാസ്റ്ററിന്റെ മകളാന്ന് ഓർക്കണം. ഡൽഹിയില് അവർ പമ്പരം പോലെ കറങ്ങുമായിരുന്നു. ചർച്ചിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കറങ്ങുമായിരുന്നു, ഉണർവിന്റെ ആ തീ ഉള്ളിലോട്ട് കയറിയിട്ട്. അവർ പറയുന്നത് വളരെ ചുരുക്കം ചില ദൈവദാസന്മാർ മാത്രമേ ഇത് അക്നോളജ് ചെയ്തുള്ളൂ. അവർ സങ്കടത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒത്തിരി പെന്തക്കോസ് പാസ്റ്റർമാര്
തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ ഇവളുടെ ശരീരത്തിലുള്ള ഭൂതം ഇറങ്ങിപ്പോട്ടെ. അപ്പോൾ ഇപ്പോൾ മാത്രമല്ല വിമർശകരുള്ളത്, പെർസിസ്റ്ററിന്റെ ചെറുപ്പകാലത്തുണ്ട്. ആ പെർസിസ്റ്ററിനെയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ വർഷിപ്പ് ലീഡറായിട്ട് ഉണർവിന് മുൻപിൽ നിർത്തിയിരിക്കുന്നത്. ഭൂതം ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസസ് അവർക്കുണ്ടായി. ആ ലിങ്ക് ഒന്ന് കമന്റ്സിൽ ഇട്ട് കൊടുത്ത്, പെർസിസ്റ്റർ മിനിസ്റ്റർ ചെയ്ത 2 സെഷൻസ്. അപ്പോൾ ഈ ഗ്ലോറി റലത്തിന്റെ പ്രത്യേകതയാണ് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആളുകൾ വിറയ്ക്കുന്നത്, ഷേക്ക് ചെയ്യുന്നത്, വീഴുന്നത്. അതിനുള്ള സ്പേസ് നമ്മൾ ചർച്ചസിൽ കൊടുക്കണം, സ്പേസ് കൊടുക്കണം. എത്ര പേര് അഭിഷേകം പ്രാപിച്ചപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി? ഇവിടെയല്ല, നിങ്ങൾ ആദ്യമായിട്ട്. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. ഞാനൊരു ദേവദാസിന്റെ പാസ്റ്ററിന്റെ മകനായിട്ട് വളർന്നേ. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞങ്ങൾ 6 കസിൻസ് ഒരുമിച്ചാണ് ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചത്. ഒരു മീറ്റിങ്ങിന്റെ, സാറ്റർഡേ മീറ്റിങ്ങിനകത്ത് ഞാൻ അഭിഷേകം പ്രാപിച്ചു. എൻ്റെ കൈ ഇങ്ങനെ വെറുതെ കറങ്ങുമായിരുന്നു, ഭയങ്കര സ്പീഡിൽ കൈ കറങ്ങുമോ, ബോഡി വിറയ്ക്കും, അന്യഭാഷ പറയുക, കൺട്രോൾ ഇല്ലാതെ 1/2 മണിക്കൂറോളം അങ്ങനെ ചെയ്തു. അന്ന് ആരെങ്കിലും എന്നെ കൈ പിടിച്ച് വെച്ചിരുന്നെങ്കിലോ, ഇരിക്കണം അവിടെ, ഇതല്ല അഭിഷേകം, ശാന്തതയോടുകൂടി ഇരിക്കുന്നതിന് അഭിഷേകം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇന്നിങ്ങനെ ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആവുമായിരുന്നോ? നോ. അനോയിന്റിംഗ് ക്യാൻ ബി മാനിഫെസ്റ്റഡ്. സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. അവർ വീഞ്ഞു കുടിച്ചവരെ പോലെ ജനത്തിന് തോന്നി. അങ്ങനെ ഒരു അനുഭവം ഇതുവരെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനായിട്ട്. ഒരിക്കലെങ്കിലും ആരെങ്കിലും പറയുന്നു, ആ സന്തോഷ് പാസ്റ്റർ വീഞ്ഞു കുടിച്ചവരെ പോലെ ഞങ്ങൾ പിടികിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് ആയി, നിങ്ങളുടെ മേൽ അഭിഷേകം ഉണ്ടെന്നുള്ളത്. കാരണം ഫിസിക്കലി ഇത് മാനിഫെസ്റ്റ് ചെയ്യും. 99% ഞാൻ കണ്ടിട്ടുള്ളത് മാനിഫെസ്റ്റ് ചെയ്യും. നമ്മുടെ ഇവിടെ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് രക്ഷിക്കപ്പെട്ടൊരു മലയാളി കൊച്ചുണ്ട്. അവൾ ഈ ഇടയ്ക്ക് ആ കർത്താവിലേക്കൊക്കെ ഇങ്ങനെ വന്ന്, എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കാന്ന് തോന്നുന്നു ഞാൻ സ്ഥാനപ്പെടുത്തുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഈ റിവൈവൽ തുടങ്ങി ആദ്യത്തെ 3 ദിവസം ബാംഗ്ലൂർ ചർച്ചക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചുകൂടെ സ്പ്രിങ് പോലെ പോവുക, ഭയങ്കര ജോയ്. ഞാൻ ചിന്തിച്ചു, എന്റെ കർത്താവ് എന്ത് ഫ്രീഡത്തോടു കൂടി അവൾ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ നെടുമ്പുറത്തായിരുന്നു. ഞങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ പെന്തക്കോസ്ത് സഭകളെല്ലാം കൂടെ ഒരുമിച്ച് കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തും അഭിഷേകം കിട്ടാൻ. അന്നത്തെ പ്രൈമറി ഫോക്കസ് ആണ് അഭിഷേകം. അഭിഷേകമില്ലാത്തൊരു പ്രോഗ്രാം പണ്ട് തിരുവല്ലയിലില്ലായിരുന്നു. അപ്പൊ ഈ അഭിഷേകം കിട്ടുമ്പോഴത്തേക്ക് അന്ന് ഈ പന്തലിട്ടിട്ടാണ് മീറ്റിംഗ് നടന്നത്. ഈ പന്തലിൽ ഇങ്ങനെ മുളയല്ല, ഈ കമുക് വെച്ചാണ് അന്നത്തെ പന്തലടിക്കുന്നത്. അഭിഷേകം കിട്ടുമ്പോൾ ആളുകൾ പോലും പലരും കമുകിന്റെ മേലേക്ക് കയറി പിന്നെ ഇറങ്ങാൻ പറ്റാതെ ഏണി എടുത്തിട്ട് വരേണ്ടി വന്നിട്ടുണ്ട്. ഹോപ്പ് ഇൻ ജീസസിലല്ല സംഭവിച്ചത്, മുമ്പനാട് സംഭവിച്ച കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോ ആരെങ്കിലും അങ്ങനെ എങ്ങാനും കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവന്റെ വീഡിയോയും ഫോട്ടോയും ഫേസ്ബുക്കിൽ വരും, പിന്നെ അവനെ വിമർശിക്കാൻ കുറെ പേരും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറ അതൊക്കെ ചെയ്യും, അതെല്ലാം ചെയ്യും. കാരണം കർത്താവിന് വേണ്ടിയിട്ട് ദാവീദിനെ പോലെ ലജ്ജയില്ലാത്തൊരു തലമുറ എഴുന്നേൽക്കും. ദാവീദ് ഉടുപ്പൂരി ആരാധിച്ചതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. പക്ഷെ നമുക്കെങ്ങാനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ, ഉടുപ്പൂരണം എന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെയുള്ള ഒരു ഭയങ്കരമായിട്ട് തീവ്രമായിട്ടൊരു അനുഭവം ഉണ്ടായാൽ നമ്മൾ അതിനെ അംഗീകരിക്കത്തില്ല. ഗ്ലോറി റലത്തിന്റെ പ്രത്യേകതയാണ് ഇതിനെ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ പാസ്റ്റേഴ്സ് നിങ്ങളോടൊക്കെ പറയട്ടെ, ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്ന ചർച്ചസിൽ കണ്ടാൽ അതിനെ പിടിച്ചു നിർത്തരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രണ്ടിലിരിക്കുന്ന ഒരു കുഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങിയാൽ ഇരിക്കണം അവിടെ എന്ന് പറയരുത്. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് അലൈൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, allow him, support him, encourage him. ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റിനകത്ത് ഇപ്പൊ ഇവിടെ ആദ്യത്തെ ആഴ്ചകളിൽ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ വടിയുമായിട്ട് നിന്നു. വടി മീൻസ് ഊന്നുവടി. ആരാന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഭയങ്കര സാന്നിധ്യം വരും. അതേ ചാടി എഴുന്നേറ്റ് പ്രവചിക്കും. ഈ പഴയ നിയമ പ്രവാചകന്മാരെ പോലെ വിളിച്ചു പറയും, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറയും. ഞങ്ങൾ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇരിക്കേ എന്ന് പറഞ്ഞില്ല. അത് ആരാന്ന് പോലും നമുക്ക് അറിയത്തില്ല. എനിക്കറിയത്തില്ല ആരാന്നൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ എന്റെ ചർച്ചയിലുള്ള ആരും അല്ലാതെ പ്രവചിക്കണം, നിങ്ങളോട് ഇരിക്കുക. നോ, ഐ ഡിഡ്ന്റ് സേ ദാറ്റ്. ഹോളി സ്പിരിറ്റിന് ഫ്രീഡം കൊടുക്കുന്ന ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഹോളി സ്പിരിറ്റിന് ഫ്രീഡം കൊടുക്കുന്ന ചർച്ചസായി മാറിയാൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. ഹോളി സ്പിരിറ്റിന്റെ ഫ്രീഡം. ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് നടന്നപ്പോൾ അനുഭവങ്ങൾ വായിച്ചു നോക്കണം. ശൗലിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ വേറെ ഒരാളെപ്പോലെ ആയി മാറിയെന്ന്.
എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, എന്തോ ഈ വേറൊരാളാവുമെന്ന് പറഞ്ഞു. കാഴ്ചയില്ല, കാഴ്ച നല്ല സുന്ദരനായെന്ന് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിൻ്റെ അടുത്ത് വിരൂപനായെന്ന അതിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട്, ഭയങ്കര പൊക്കം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ മേലെ. അപ്പൊ പൊക്കം കുറഞ്ഞതാ. അതുവരെ ബിഹേവിയർ പാറ്റേൺസിൽ നിന്ന് മാറി ശൗലിന്റെ ബിഹേവിയർ മാറിപ്പോയി. ബിഹേവിയർ മാറിയിട്ട് ആളുകൾ പറയുക ഇവനും ആ കാലത്ത് പ്രവചനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആത്മാവ് വന്ന് ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രവാചകന്മാരല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്ന് ഹോളി സ്പിരിറ്റ് പൊസസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്രവചിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു അനുഭവമാണ് ശൗലിന് കൊടുക്കുന്നത് കിങ് സോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. അപ്പൊ ആത്മാവ് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ശൗലിന്റെ മേൽ ആത്മാവ് വന്ന് നമ്മൾ അംഗീകരിക്കും, ദാവീദിന്റെ മേൽ വന്ന് അംഗീകരിക്കും, ഫിന്നിസ്റ്റീഫന്റെ മേൽ വന്ന് നമ്മൾ അംഗീകരിക്കത്തില്ല. ഇത് ഇന്ത്യൻ ചർച്ചയിൽ നിന്ന് മാറി. ഇന്ത്യൻ ചർച്ച സിസ്റ്റം. പിന്നെ ഈ വിമർശനങ്ങൾ വളരെ നല്ല, ചിലപ്പോൾ ഇതെല്ലാം നന്മയും. കാരണം ഇതൊരു നമ്മളൊരു 10 പേർക്ക് നല്ല ലിങ്ക് അയക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരാൾക്ക് ഒരു മോശം ലിങ്ക് അയക്കുമ്പോൾ 10 പേരിൽ നമ്മുടെ മെയിൻ ലൈവിൽ കയറിക്കോളും. എപ്പോഴും ദൈവം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന കർത്താവ്. ഞാൻ ഫിന്നിപ്പാസിന്റെ കൂടെ യാത്ര ചെയ്യുന്നൊരു ദൈവദാസനോട് ഞാൻ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഈ കോവിഡിന് മുന്നേ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഫിന്നിപ്പാസ് കസേര മേൽ ചാടിക്കയറി കസേര എടുത്തൊരു വീഡിയോ ഉണ്ട്, പഴയ വീഡിയോ. അപ്പൊ അതിന് ഈ മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും ജഗതിയുടെ ഒക്കെ സൗണ്ട് വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇറക്കി, അത് വൈറലായി. അപ്പൊ ഈ ഫിന്നിപ്പാസിനെ ഒരു ഇന്റർനാഷണൽ മിനിസ്റ്റർക്ക് വിളിച്ചു. അവരുടെ ഓർഗനൈസേഴ്സിന്റെ കയ്യിൽ ഈ സാധനം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ആ ഓർഗനൈസേഴ്സ് നോക്കിയപ്പോൾ പുള്ളി ചാടുന്നു, കസേര തറയിൽ കിടന്ന് ഉരുളുന്നു, മൈക്ക് പിടിക്കുന്നു, കസേര എടുക്കുന്നു. അവര് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനത്തെ ഒരാളെ പ്രതീക്ഷിച്ചിരുന്നതെന്ന്. നിങ്ങൾ കരമടിക്കുക യേശുവിനായിട്ട്. ദൈവം ഒരാളുടെ മേലെ ശുശ്രൂഷ ചെയ്യിപ്പിച്ചുണ്ടല്ലോ, അതാരും വിചാരിച്ചാൽ അടയ്ക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ഉണർവിന്റെ അകത്ത് ഉപയോഗിച്ച 4 ദൈവദാസന്മാരും പ്രോഗ്രാം പിടിക്കുന്നവരല്ല. ഇവിടെ സന്തോഷ് പാസ് ഇരിപ്പുണ്ട്, എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നതാണ്. പാസ് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ടോ? ഇന്നലെ റൂമിൽ വന്ന് പറഞ്ഞു ഉണർവ് ഇനി വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു 6 മാസത്തേക്ക് ഇനി ഒരിടവും ഞാൻ വരുന്നില്ല. റെസ്പെക്ട് ചെയ്യത്തുള്ളൂ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹം വലിയ സീനിയർ ദൈവദാസനാ. ഒരു ദൈവദാസന്മാരും പറയത്തില്ല അനീഷ് മനോ സ്റ്റീഫനോ, ഫിന്നി സ്റ്റീഫനോ, റോയ്സൺ തോമസോ പ്രോഗ്രാം ചോദിച്ചു വരുന്ന ദൈവദാസന്മാരാ. പ്രോഗ്രാം ചോദിക്കുന്നവരെ വിമർശിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന ആരും ഈ സിസ്റ്റത്തിൽ വീണു പോകത്തില്ല. ഞാൻ പറയുന്നത് ഈ തലമുറ അങ്ങനെ ആയിരിക്കണം, പ്രോഗ്രാം പിടിക്കുന്നവരാകരുത്. വലിയ ചർച്ചിന്റെ അകത്ത് പോയി $100 കിട്ടുമെന്ന് പറയുന്ന ഈ വിമർശിക്കുന്നവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ പാസ്റ്റർ അറിയാൻ ഞാൻ ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾ പ്രോഗ്രാം പിടിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ എന്നെയൊക്കെ കൊണ്ട് ഞങ്ങളൊന്നും പറയാത്തവരാണ്, പറയിപ്പിക്കരുത്. പിന്നെ ഉള്ള വിലയും കൂടെ എല്ലാവരുടെയും പോവും. അപ്പോൾ അത് പറയാതിരിക്കുന്നതാണ്. ഈ വിമർശിക്കുന്ന പാസ്റ്റർമാർ ദയവ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ എങ്ങനെ അമേരിക്കയിൽ പ്രോഗ്രാം പിടിച്ചു, നിങ്ങളെ വിളിക്കാത്ത മീറ്റിങ്ങിന്റെ അകത്ത്, ഞാൻ ഗസ്റ്റ് സ്പീക്കർ ആയിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിന്റെ അകത്ത് നിങ്ങൾ വന്നതും ഇരുന്നതും ഒക്കെ ഓർക്കുന്നവരും ആ ചർച്ചിന്റെ പാസ്റ്റർമാരൊക്കെ ഇപ്പോഴും ഈ ലൈവിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ ചർച്ചിന്റെ പാസ്റ്റർമാർ ഇപ്പോഴും ഈ ലൈവ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ അപകടങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഹോളി സ്പിരിറ്റിനെ ഒബേ ചെയ്യുക, ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിനെ ഓണർ ചെയ്യുക, ഹോളി സ്പിരിറ്റിന് ചർച്ചസിൽ ഫ്രീഡം കൊടുക്കുക. ആദ്യം ഫ്രീഡം കൊടുക്കേണ്ട ഒരു മേഖലയാണ് ടൈം ലിമിറ്റ്. ഒരു ദിവസം എത്ര മണിക്കൂർ ഒരാൾ ജോലി ചെയ്യും? ഒരു മിനിമം 8 hours ഇടാം. മിനിമം 8 മണിക്കൂർ ഓഫീസിൽ പോയിരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് 8 മണിക്കൂർ ചർച്ചസിൽ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല? വാട്ട് ഈസ് സോ റോങ് ഇൻ ദ ചർച്ച്? ചർച്ചിൽ വരുമ്പോൾ മാത്രം എന്താ വിശപ്പ്? ഫുട്ബോൾ കളിക്കാൻ പോയാൽ രാവിലെ പോയാൽ പ്രാക്ടീസിന് 5 മണിക്ക് പ്രാക്ടീസിന് പോയാൽ രാത്രി ഇപ്പൊ ലൈറ്റ് ഇട്ട് കളിക്കുന്നവര് ഒരു നാരങ്ങ വെള്ളവും ജ്യൂസും മതി. ഈ സിസ്റ്റത്തിലേക്ക് ചർച്ചസ് പാസ്റ്റേഴ്സ് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. പ്രസൻസ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് പോലെയുള്ള ഫ്രീഡം കൊടുക്കണം. ഹോളി സ്പിരിറ്റിന് ഭയങ്കരമായിട്ട് ഫ്രീഡം കൊടുക്കണം. ഞാൻ പണ്ട് തമാശക്ക് പറയുമായിരുന്നു, ഇപ്പൊ തമാശ നിർത്തി. നമ്മുടെ ചർച്ചിൽ 8 മണിക്കൂർ ആരാധന ഞാൻ പറയുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിന്തിക്കും, ദൈവമേ 8 മണിക്കൂർ പോവോ? ഇപ്പൊ 24 മണിക്കൂർ ഇൻറ്റു 19 ആയി. അപ്പൊ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് സംഭവിക്കട്ടെ, നമ്മുടെയൊക്കെ ചർച്ചസിൽ സംഭവിക്കട്ടെ, ചർച്ചസിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ചർച്ചസിൽ സംഭവിക്കട്ടെ, ചർച്ചസിൽ സംഭവിക്കട്ടെ, ചർച്ചസിൽ സംഭവിക്കട്ടെ, ചർച്ചസിൽ സംഭവിക്കട്ടെ, ചർച്ചസിൽ സംഭവിക്കട്ടെ. ഇതെല്ലാ ചർച്ചസും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വെള്ളിയാഴ്ചയൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ, ചർച്ചിൽ വന്നാൽ
ഞായറാഴ്ച രാത്രി വരെ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കട്ടെ. കർത്താവ് പരിശീലിപ്പിക്കട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ ചർച്ചസിൽ തരട്ടെ. ഇപ്പൊ എല്ലാ സ്ഥലത്തും പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ 2 hours കിട്ടുന്ന സ്ലോട്ടുള്ള ചർച്ചസിൽ വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് ഡെഫിനറ്റ്ലി ഓൺ ദ സൂം പ്ലാറ്റ്ഫോംസ് വി ക്യാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു ലിങ്ക് ആരും അയച്ചു തന്നു, റിവൈവൽ ഫോർ 36 hours. ആ സൂമിൽ ഞാൻ കയറി നോക്കിയപ്പോൾ 6-7 പേരേ ഉള്ളൂ. ബട്ട് ഐ ഫീൽ സോ ഹാപ്പി. 36 മണിക്കൂർ 6-7 പേര് ഒരുമിച്ചിരിക്കാൻ തോന്നിയല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചസിൽ സംഭവിക്കട്ടെ. പ്രസൻസ് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. വർഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഗാന ശുശ്രൂഷ എന്ന വേർഡ് സഭകളിൽ നിന്നും അവോയ്ഡ് ചെയ്യുക. പാട്ട് പാടുകയല്ല, ആരാധിക്കുക. പണ്ട് ഈ വിവാഹങ്ങൾക്കൊക്കെ അരമണിക്കൂറെങ്കിലും കേരളത്തിൽ പെന്തക്കോസ്റ്റൽ വിവാഹത്തിന് അരമണിക്കൂറെങ്കിലും ആരാധിക്കും. ഇന്ന് ഭയങ്കര സങ്കടമാണ്, ആ വർഷിപ്പ് പോലും പലപ്പോഴും ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് നാട്ടിൽ പോയപ്പം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയപ്പോൾ തന്നെ പാസ്റ്റർ പറയുകയാണ്, സമയം ഒത്തിരി കഴിഞ്ഞു പോയത് കാരണം ഗായക സംഘം ഒരു പാട്ടിന്റെ ഒരു ചരണം ആലപിക്കും. അപ്പൊ ആ പിള്ളേരെ ഓർത്തു എനിക്ക് സങ്കടം തോന്നി. എൻ്റെ ദൈവം ഇത്രയും കഷ്ടപ്പെട്ട് എറണാകുളത്ത് നിന്ന് വന്നിട്ട് ഒരു പാട്ടിന്റെ ഒരു ചരണം, പ്രസൻസ് ഇല്ല. അവനെ ആരാധിക്കുമ്പോൾ അവനൊരു വീരനെ പോലെ കടന്നു വരും. അവനൊരു യോദ്ധാവിനെ പോലെ തന്റെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. വർഷിപ്പേഴ്സ് ചർച്ചിൽ എഴുന്നേൽക്കണം. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത ജനറേഷനെ വർഷിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിക്കണം. ഈ ചില ചർച്ചസ് ഉണ്ട്, പാസ്റ്റർമാർ തന്നെ വർഷിപ്പ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ മൈക്ക് അങ്ങോട്ട് കൊടുക്കത്തേ ഇല്ല. അങ്ങനെ ആകരുത്. അവര് എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ ഇപ്പം അവർക്ക് പാടാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മള് കൃപാൽ വർഷിപ്പ് വീഡിയോ നല്ല ദിവസാനത്തെയായിരുന്നു. ആ വർഷിപ്പിനെ കുറിച്ച് നല്ലൊരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം കൃപയുടെ തൊണ്ടയും ഒക്കെ അങ്ങ് പിടിച്ചപ്പോൾ മാത്രമേ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ വർഷിപ്പേഴ്സ് ആക്കണം. മണിക്കൂറിലോളം വർഷിപ്പ് ചെയ്യാൻ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ, ആ ടൈം ഫ്രെയിം ഇല്ലാതെ വർഷിപ്പ് ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്രസൻസ് ക്യാരി ചെയ്യുവാൻ ചർച്ചസിന്റെ അകത്ത് അങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കണം. റെഗുലർ ട്രഡീഷൻസിനെ മാറ്റണം. അതായത് ഈ റെഗുലർ ട്രഡീഷൻസ്, ഫോർ എക്സാമ്പിൾ ഈ സങ്കീർത്തന ധ്യാനം ധ്യാനിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പുതിയ നിയമ വെളിപ്പാടിലേക്ക് വന്നില്ലെങ്കിൽ അത് പ്രയോജനമില്ല. ആക്ച്വലി യേശുവിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ പുത്രനെ ചുംബിക്കുക, അപ്പോൾ അത് പുതിയ നിയമത്തിലുള്ള സംഭവമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് പ്രസംഗിക്കാൻ പറ്റാതെ പഴയ നിയമത്തിലേക്ക് തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അവന്റെ ആലയത്തിൽ വസിക്കുന്നു. നമ്മൾ തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കാതെ സങ്കീർത്തനം 77, 24 ഒക്കെ പ്രസംഗിക്കുന്നത് കൊണ്ട് പ്രസക്തി ഇല്ലാതെ ആകുകയാണ്. 2, അതൊരു പ്രസംഗത്തിന് ഓപ്പർച്യൂണിറ്റി ആയി കൊടുക്കരുത്. എന്റെ ചർച്ചിൽ സന്തോഷ് പാസ്റ്റർ വന്നു, പാസ്റ്ററിന് ഞാൻ മൈക്ക് കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർ എന്നെ കുവൈറ്റിൽ വിളിക്കത്തില്ല. പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഒരു പ്രബോധനം സങ്കീർത്തനത്തിൽ. അങ്ങനെ ഒരു സിസ്റ്റം ചർച്ചിൽ വരരുത്. വർഷിപ്പിന്റെ അകത്ത് നിന്ന് തന്നെ പാസ്റ്റേഴ്സ് മിനിസ്റ്റർ ചെയ്ത് തുടങ്ങാം. ആ മിനിസ്ട്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന വചനം പ്രസംഗിക്കുന്നതിന് മുന്നേ തന്നെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഷാർപ്പണ്ടായി ഓപ്പറേറ്റ് ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് പേര് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രോഗി. അപ്പം നിങ്ങളുടെ മേലുള്ള ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയ കോൺഫിഡൻസ് കിട്ടും, എൻ്റെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്നുള്ള കാര്യത്തിനകത്ത്. അപ്പോൾ മിറക്കിൾസ് നടക്കും. മിറക്കിൾസ് നടന്നാൽ ഈ മിറക്കിൾ നടക്കുന്നയാള് അടുത്ത ആഴ്ച വരുമ്പോൾ 5 പേരെയും കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ നമ്മളൊരു ട്രാക്ട് പോലും പോയി കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ പോലും ചർച്ചിന്റെ അകത്തേക്ക് രോഗസൗഖ്യം കാരണം ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച ഒരു മെലിഞ്ഞ ഇച്ചിരി പ്രായമുള്ള ഒരു അമ്മച്ചി ഇവിടെ ഇരിക്കും, കന്നഡക്കാരിയാണ്. അവരൊരു 10 വർഷം മുന്നേ ചർച്ച വന്നു. 2013 അവർ ചർച്ച വന്നു. അവരാദ്യം ചർച്ച വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ചർച്ച വന്നു എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറഞ്ഞു, ഇവർക്ക് വയറുവേദന, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കന്നഡ പറഞ്ഞു ഒട്ടയനോവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ സൗഖ്യമായി. അവരുടെ മുഴുവൻ കുടുംബം, ആ ഏരിയ, അവിടെ പിന്നെ ഒരു ബ്രാഞ്ച് ചർച്ച് തന്നെയായി. ഒരു സാധാരണ സ്ത്രീക്കുണ്ടായ രോഗസൗഖ്യം കാരണം. ഇന്ന് അവരുടെ മകൻ ഒരു പാസ്റ്ററാണ്. മകൻ ആ ചർച്ചിന്റെ പാസ്റ്ററാണ്. അവിടുത്തെ മകൻ്റെ ഒരു ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ റിവൈവലുകൾ സ്പ്രെഡ് ചെയ്യും. വർഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മളൊരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നില്ല. സാന്നിധ്യ കുറവുണ്ടെങ്കിൽ മെസ്സേജ് പ്രീച്ച് ചെയ്യാം, ഉടനെ നമുക്ക് കയറാം. പക്ഷെ പ്രസൻസ് തിക്കായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂറാണെങ്കിലും പാസ്റ്റർ സൈഡിൽ ഇരിക്കുന്നതാണ് നല്ലത്.
മിനിസ്ട്രി ചെയ്യാം. മിനിസ്ട്രിക്കകത്ത് ചിലപ്പോൾ ഗിഫ്റ്റിംഗ്സ് ഓപ്പറേറ്റ് ചെയ്യും, പേരുകൾ കിട്ടും. ഇപ്പോൾ ഇന്നലെ ഞാനിവിടെ രാത്രി ലൈവ് നോക്കിയപ്പോൾ കൃപയുടെ ഹസ്ബൻഡ് വർഗീസ് UK എന്നാണ്. വർഗീസ് ഭയങ്കരമായിട്ട് ആത്മസാന്നിധ്യത്തിൽ നിറയാണ്. വർഗീസിന്റെ 2 ഗ്രാൻഡ് ഫാദേഴ്സും, മമ്മിയുടെ സൈഡിലുള്ള ഫാദറും ഗ്രാൻഡ് ഫാദറും പപ്പായുടെ സൈഡിലുള്ള ഫാദറും, രണ്ടുപേരും 100 വയസ്സ് കഴിഞ്ഞാൽ IPCയിലെ പാസ്റ്റർമാരാണ്. IPCയിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടത്തിയിട്ടുള്ള ആ പാസ്റ്ററിന്റെ കൊച്ചുമകനാണ് വർഗീസ്. ആ പാസ്റ്റർമാരുടെ പേര് ഞാൻ മറന്നുപോയി. ഈ കഴിഞ്ഞ 100 years സെലിബ്രേഷന്റെ അകത്ത് ആ പാസ്റ്റർ ഒരാൾ വന്ന് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും എന്തോ ബ്ലെസ്സിങ്ങാ. പപ്പായുടെ പപ്പായും മമ്മിയുടെ പപ്പായും രണ്ടുപേരും IPCയിലെ പാസ്റ്റേഴ്സ്. രണ്ടുപേരും 100 കഴിഞ്ഞു എന്നുള്ള. ഒരാൾ 102, ഒരാൾ 100, കറക്റ്റ് 100. എന്തോ ബ്ലെസ്സിങ് ഈ അഭിഷേക്തന്മാരൊക്കെ ക്യാരി ചെയ്ത്. അതുപോലൊരു തലമുറ പെന്തക്കോസ്തിൽ എഴുതേക്കേണ്ടത്. അഭിഷേകത്തെ വാല്യൂ ചെയ്യുന്ന തലമുറ, അഭിഷേകത്തില് സെൻസിൽ കൊണ്ടു നടക്കുന്ന തലമുറ. അപ്പൊ ഈ വർഗീസിനെ കല്യാണം കഴിച്ച് നമ്മുടെ ചർച്ചിലെ കൃപ ഒരു ദിവസം വർഷിപ്പ് നടക്കുക. സൺഡേ, ഫസ്റ്റ് സൺഡേ ഈ വർഷത്തെ ഭയങ്കര വർഷിപ്പിന്റെ അകത്ത് ദൈവം എനിക്ക് February 14th എഴുതി കാണിക്കും. ഞാനങ്ങനെ ടീച്ചർ പാസ്റ്ററിനെ ഒന്നും പോലെ പേരൊന്നും വിളിക്കാനുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പ്രോഫിറ്റും അല്ല, ഒരു പാസ്റ്ററായി കർത്താവ് എന്നെ പ്രയോജനപ്പെടുത്തുന്നു. ബാംഗ്ലൂരിൽ ഒത്തിരി ചെറുപ്പക്കാരെ യേശുവിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. ഒത്തിരി പേരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. മദ്യപാനത്തിൽ നിന്നും, അഡിക്ഷൻസിൽ നിന്നും, പ്രോസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എല്ലാം കർത്താവ് വിടുവിച്ചുകൊണ്ട് വന്നു ഈ പിള്ളേരെയൊക്കെ. അപ്പൊ February 14th എന്നൊരു ഡേറ്റ് കിട്ടുക. അപ്പൊ ഞാൻ ചോദിച്ചു, February 14 ആരെങ്കിലും ബന്ധമുണ്ടോ? പെട്ടെന്ന് ഈ ഫ്രണ്ടിൽ ഇരുന്ന് കൊച്ചു ചാടി എഴുന്നേറ്റു. അപ്പൊ ഞാൻ പറഞ്ഞു, February 14 വാലന്റൈൻസ് ഡേ ആണെന്ന് എനിക്കറിയാം. ഞാൻ അതല്ല ചോദിച്ചത്. February 14 നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട്? അപ്പോൾ എന്റെ പപ്പായും മമ്മിയും സ്നാനപ്പെട്ട ദിവസം February 14. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഇത്ര ഓർമ്മ എങ്ങനെയാ? അത് ഞങ്ങൾ കളിയാക്കും, നിങ്ങൾ വാലന്റൈൻസ് ഡേ എന്നാ സ്നാനപ്പെട്ടെന്നുള്ളത്. അപ്പൊ February 14. അപ്പൊ ഞാൻ യെസ് എന്നൊരു വേർഡ് കാണും. പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, അവളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 3 വർഷമായിട്ട് അവളുടെ പപ്പ പാസ്റ്ററാണ്. അവര് IPCയിലോ AGയിലോ ആണ്. ഞാൻ മറന്നുപോയി ഏത് ചർച്ചിലാന്നുള്ളത്. ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലാണ്. ഗോൾഡ് പോലും ഉപയോഗിക്കാത്ത കുട്ടിയാണ്. പ്രാർത്ഥിച്ചു. 3 വർഷമായിട്ട് കല്യാണം നടക്കുന്നില്ല. എത്രയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ? 27, 28, 27, 28 ആയി. 25ാമത്തെ ദിവസം മുതൽ പാസ്റ്ററായിരിക്കുന്ന പപ്പ പ്രാർത്ഥിക്കും, കല്യാണം നടക്കുന്നില്ല. ഈ വർഷപ്പിന്റെ അകത്ത് ഞാൻ പ്രാർത്ഥിച്ചു പറയും, ഈ വർഷം കല്യാണം നടക്കുക. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്? ഈ വർഷം February 14 അവളുടെ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞ പാസ്റ്റേഴ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ആയി നിൽക്കുന്ന വർഗീസുമായിട്ട് ഫിക്സ് ചെയ്തു. വർഗീസ് എന്ന് ആർക്കും അറിയത്തില്ല, കാരണം വർഗീസ് ഗ്രാൻഡ് ഫാദറിന്റെ പേരാ. അവനെല്ലാവരും അറിയുന്നത് സിജോന്ന. യെസ്, കരോടിക്കണമെങ്കിൽ നന്നായിട്ട് കരോടിക്കണം യേശുവിനായിട്ട്. അവളുടെ വിവാഹത്തിന് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ഫാസ്റ്റിംഗ് ഡേ കാരണം. അന്ന് കരഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെ 1 മണിക്കൂർ അവൾ കരഞ്ഞിട്ട് പറയും എന്നോട്, പാസ്റ്റർ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത മാരേജ് ആണ് പാസ്റ്റർ പറഞ്ഞപ്പോൾ നടന്നത്. പാസ്റ്റർ പറഞ്ഞല്ല, ഹോളി സ്പിരിറ്റിന് ഈ ചർച്ചിൽ ഓണർ ചെയ്തു, വർഷിപ്പിന് ഓണർ ചെയ്തു. വർഷിപ്പിന്റെ അകത്ത് 3 വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്ന കൊച്ചിനെ ഒറ്റ ആട്ടിക്ക് ആ ചങ്ങലകൾ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. കമോൺ, വിശ്വസിക്കുന്നതിൽ അന്യഭാഷകൾ പറയാമോ? നന്നായിട്ട് പറഞ്ഞു അന്യഭാഷകൾ. നിങ്ങളെല്ലാം അഭിഷക്തന്മാരല്ലേ? നന്നായിട്ട് അന്യഭാഷ പറഞ്ഞു. വായികളെ തുറന്ന് അന്യഭാഷയിൽ സംസാരിക്കുക. വായികളെ തുറന്ന് അന്യഭാഷയിൽ പറയും. നന്നായിട്ട് പറയുക, നന്നായിട്ട് വായികളെ തുറന്ന് അന്യഭാഷയിൽ പറയാം. Robana shabrata negrasiante zuratia rabatia rebata labroka shabrante ne siante ne daradoriante nabratia ziriante rekatia sobrotia rabshabra durabra kasiante lobro shobroti nebra kasiti yamso ribonia zidati nabuka sachodobo shata rababa shata rabasiante. Speak in other tongues. Why go to the Nivashil Bardet? Speak in other tongues. ജീസസ് സംഭവിക്കട്ടെ, നമ്മുടെ ചർച്ചയിൽ സംഭവിക്കട്ടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഉപവാസത്തെക്കാളും പ്രാർത്ഥനയെക്കാളും ദൈവത്തിന്റെ പ്രസൻസിന് പല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം. ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ടതല്ല. ഈ റിവൈവൽ ഉപവാസ പ്രാർത്ഥനയുടെ കണ്ടിന്യൂഷനാണ്. സോ ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. ഞാൻ ഇന്നും ആളുകൾ ഉത്സാഹിപ്പിക്കുന്നു. ശരിക്കും ഈ റിവൈവലിനകത്ത് ഉപവാസം തന്നെ സംഭവിക്കുന്നു. ആരും ആഹാരം കഴിക്കുന്നില്ല, ദൈവസാന്നിധ്യത്തിൽ മണിക്കൂറുകളിരിക്കുക, ചായ കുടിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ആ ഫ്രീഡം ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ അനുവദിച്ചാൽ ചർച്ചസിന്റെ അകത്ത് ചർച്ച് ഗ്രോത്ത് വളരെ എളുപ്പമാകും. വളരെ എളുപ്പം.
ഞാൻ പാസ്റ്റേഴ്സിനെ ഉത്സാഹിപ്പിക്കട്ടെ. ഈ പ്രസൻസ് നമ്മുടെയൊക്കെ ചർച്ചസിൽ വെളിപ്പെട്ടാൽ നമ്മുടെ ജോലി ഭയങ്കര എളുപ്പവും. ചർച്ചസ് വളരാൻ തുടങ്ങും. എല്ലാവരും പറയുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ചർച്ചസിലില്ല. എന്താ കാര്യം? ഹോളി സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വിമർശനം നമുക്ക് കിട്ടിയത്, ഈ ചർച്ചിൽ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, ആ ചെറുപ്പക്കാരെ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വിട്ടേച്ച് ആ പാസ്റ്റർ എല്ലാവരും പിടിച്ച് എന്താ മനസ്സ് മാറ്റിയെന്ന എന്നെ കുറിച്ച് വിമർശനം. അങ്ങനെ ഈ തലമുറയെ മാറ്റാൻ ഒക്കത്തില്ല. ഈ തലമുറയെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ അത്രയ്ക്ക് ലോകവുമായിട്ട് ഇപ്പൊ അറിവിൽ എക്സ്പോസ്ഡാ. ഗൂഗിളിൽ അടിച്ചാൽ, എൻ്റെ 8 വയസ്സുള്ള മോൻ ഗൂഗിൾ അടിക്കുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് എന്തോ ഈ നമ്മുടെ വലിയ മീറ്റിങ്ങിന് 1-2 എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എക്യുപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഗൂഗിളിൽ അടിച്ചിട്ട് എനിക്ക് എടുത്തു കാണിക്കുക. നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇപ്പൊ അവർക്കറിയാം. അങ്ങനെ ഒരു തലമുറയെ ചുമ്മാതെ വാക്ക് പറഞ്ഞ് പൊന്നാര വാക്കെന്ന് പറഞ്ഞ് മയക്കാനൊക്കത്തില്ല. പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ പിള്ളേർ ഇവിടെ നിൽക്കുന്നത്. പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ ലാപ്ടോപ്പും വെച്ചാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് പാട്ട് പാടുന്നു, ഒരു കൈ കൊണ്ട് നെഹമ്യാവൊക്കെ പണിതതുപോലെ ഒരു കൈ കൊണ്ട് വർക്കും ചെയ്യുക, മറുകൈ വർഷിപ്പിക്കുക. ഇത് നമ്മുടെ ചർച്ചസിൽ വെളിപ്പെട്ടാൽ ചെറുപ്പക്കാർ വരും. ഈ ചർച്ചിൽ ദൈവം ഉണർവഹിക്കാൻ ഒരു പ്രധാനപ്പെട്ട റീസൺ 95% ചെറുപ്പക്കാരുള്ള ചർച്ച ആയതുകൊണ്ട്. ഇനി അവർ മോശമാണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ അവരുടെ പേരൻസുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അവരെ കുറിച്ച് കമന്റ് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചുപേരുടെ പേരൻസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വന്ന ശേഷം മെച്ചമായോ മോശമായോ? പാസ്റ്റർമാരുടെ പിള്ളേർ ഈ ചർച്ചിന്റെ അകത്ത് അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 50 പാസ്റ്റർമാരുടെ പിള്ളേരുണ്ട്. അപ്പൊ പാസ്റ്റർമാർക്ക് ആർക്കും വിവരമില്ലാത്തതുകൊണ്ടല്ലോ ഇങ്ങോട്ട് വിടുന്നത്. അവർക്ക് റിയാലിറ്റി അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു വിടുകയാണ്. ഈ പാസ്റ്റർ പറഞ്ഞല്ലോ വിട്ടേ കൊച്ചിനെ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഓഫീസ്? എത്ര മണിക്കൂർ എടുക്കും ഇവിടുന്ന് വണ്ടിക്ക് പോകാൻ? 1.5 മണിക്കൂർ എടുക്കും ഈ കൊച്ചിന് ഒരു സൈഡ് ഓഫീസിൽ പോകാൻ. പാസ്റ്റർ പറഞ്ഞു, നീ അവിടെ താമസിക്കേണ്ടതാണ്, നീ ഇലക്ട്രോണിസിറ്റി പോയാൽ മതി. 1.5 മണിക്കൂർ ഒരു ഗേളിന് യാത്ര ചെയ്യാൻ എടുക്കുക. ഒരു ദിവസം 3 മണിക്കൂർ റോഡിൽ നിൽക്കണം. പക്ഷെ ദൂരെ ആയിരിക്കുന്ന പാസ്റ്ററിന് മനസ്സിലാവുന്നു, ഇവിടെ എന്തോ ഒരു കാര്യമുണ്ട്, എന്റെ മോളെ ഇവിടെ വിടണം. അടുത്ത മോനെ വിട്ടു, ഇവിടെ വന്നിരിക്കുക. അപ്പൊ ഒന്നുകിൽ പാസ്റ്ററിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർ യേശുവിനെ അറിയത്തില്ല. ഇതുപോലുള്ള ഒത്തിരി പേരുണ്ട് ഇവിടെ, ഒത്തിരി പേര്. എന്താ നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ സാജു പാസ്റ്റർ മോനെ ഇവിടെ വിട്ട എന്തിനാ? എത്ര ദൂരം ഉണ്ട് അവന്റെ കോളേജ് ഇവിടുന്ന്? ഒത്തിരി ഫാറല്ലേ? അവിടെ ചർച്ചില്ലാത്തോണ്ടാ? എന്താ ഇങ്ങോട്ട് വിട്ടെ? ഇവിടെ പറഞ്ഞത് പാസ്റ്റർമാര് പറഞ്ഞു. അപ്പൊ പാസ്റ്റർമാര്, അതും ന്യൂ ജനറേഷൻ പാസ്റ്റർമാരല്ല, പെന്റക്കോസ്റ്റൽ പാസ്റ്റേഴ്സാ വിടുന്നത് പിള്ളേരെ. എന്താ അവരെ വിടുന്നത്? അനീഷ് പാസ്റ്ററിന് മികവുള്ളതുകൊണ്ടാ? നോ, പ്രസൻസിനകത്ത് ഈ പിള്ളേർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. ഇവർ പലരും ദൈവവേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞവരാ. ഇവർ കർത്താവിനെതിരെ പ്രവർത്തിച്ചവരാ. ഇവർ പലരും മദ്യപാനത്തിന്റെ അകത്ത് വീണുപോയി, ആസക്തികളിലേക്ക് വീണുപോയി, ലവ് റിലേഷൻഷിപ്സ്. പക്ഷെ പ്രസൻസിൽ കയറിയപ്പോൾ അതെല്ലാം മാറി. ബാംഗ്ലൂരിൽ സിൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് സാൽവേഷൻ സിറ്റിയാക്കി ദൈവം മാറ്റി. കുഞ്ഞുങ്ങൾ സിന്നിന്റെ പുറത്ത് വരാൻ തുടങ്ങി. ഇവരുടെയൊക്കെ ടെസ്റ്റിമണീസ് കേട്ടാൽ നിങ്ങൾ ഭയന്നു പോകും. അതുപോലെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആയി കുഞ്ഞുങ്ങളുടെ മേൽ അയച്ചത്. ഓൺലി വൺ തിങ്, ഹോസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ദ ചർച്ച്. നമ്മുടെ ഡ്യൂട്ടി ആസ് പാസ്റ്റേഴ്സ്, ഈ പഴയ നിയമവുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ ഡ്യൂട്ടിക്ക്. പഴയ നിയമത്തിൽ ചീഫ് പ്രീസ്റ്റിന്റെ ഇതാണ് ശുശ്രൂഷയ്ക്ക് അത് ഗ്ലോറി ഇറങ്ങണം. ഇന്നും പാസ്റ്റർമാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ജോലിയാണ് ദൈവത്തിന്റെ തേജസ് സഭകൾക്കകത്ത് ഡിസ്പ്ലേഡ് ആകണം. നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാ പാസ്റ്റേഴ്സും പ്രാർത്ഥിച്ച് നമ്മളൊക്കെ അങ്ങനെ ആകുവാനായിട്ട്. പ്രാർത്ഥിക്കാം, അന്യഭാഷ പ്രാർത്ഥിക്കാം. വായികളെ തുറന്ന് അന്യഭാഷ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഹോസ്റ്റ് ചെയ്യുന്ന ഇത് പോരായേ. ഒരിടെല്ലാം ചർച്ചസിൽ ഓപ്പൺ ആയാൽ ഹബക്കൂക്കിന്റെ പുസ്തകം 2:14 നമുക്ക് കാണാതറിയുന്ന വാക്യമാണ്. വെള്ളം സമുദ്രത്തിന്റെ മേൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ മഹത്വത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. അത് നമ്മുടെ ചർച്ചസിൽ തന്നെ ആദ്യം നിറയണം. ഈ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ
ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് യാതൊരു കൺട്രോളുമില്ല. എങ്ങോട്ടാണോ ഒഴുക്ക്, എങ്ങോട്ടാണ് തിരമാല, അതനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ആ നിലവാരത്തിൽ ഹോളി സ്പിരിറ്റിന് നമ്മുടെ ചർച്ചസിന്റെ കൺട്രോൾ നമ്മൾ വിട്ടുകൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ റിവൈവൽ ആരംഭിച്ചപ്പോൾ നമ്മുടെ സൺഡേ സർവീസസ് എല്ലാം തെറ്റിപ്പോയി. സൺഡേ സർവീസ് നടത്താൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ 3 ആഴ്ച സൺഡേ സർവീസ് ഇല്ല. അപ്പൊ ഒരു പാസ്റ്റർ നില ഞാൻ ചിന്തിക്കുക, എന്ന ഒരു കാര്യം ചെയ്യാം, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് സൺഡേ ഞാൻ സർവീസസ് നടത്താമെന്ന് വിചാരിച്ചാൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ പോകും. അപ്പൊ ഞാൻ ചിന്തിച്ചു, മലയാളം ഇംഗ്ലീഷും നമ്മളിവിടെ പറയുന്നത്, ഇത് 2 പേർക്ക് മനസ്സിലാവും, മലയാളികൾക്കും ഇംഗ്ലീഷ്. പക്ഷെ നമ്മുടെ ചർച്ചിൽ മെജോറിറ്റി തെലുങ്ക് സംസാരിക്കുന്നവരാ ഈ ചർച്ചിന്റെ അകത്ത്. അവർക്കിത് എങ്ങനെ മനസ്സിലാകും? ഇന്നലെ തെലുങ്കിലുള്ള കുറെ പേര് രാത്രി എൻ്റെ റൂമിൽ വന്നു, പുതുതായിട്ട് വന്നവർ. ഞാൻ ചോദിച്ചു, എനിക്ക് തെലുങ്ക് മനസ്സിലാവും, തിരിച്ചു പറയാൻ അറിയത്തില്ല, നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവുന്നു? അവര് പറയുക, അവർ ഗ്രാമത്തിൽ നിന്ന് വന്നേ. നിങ്ങൾ അവരുടെ വേഷം, ഇന്നലത്തെ ലൈവ് ഒന്ന് പുറകോട്ട് എടുത്ത് നോക്കിയാൽ മതി. അവരുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ നോക്കി. അവര് ഗ്രാമത്തിൽ, ആ പിള്ളേർ ഇവിടെ ബാംഗ്ലൂരിൽ പഠിക്കുന്നതും ജോലി ചെയ്യുന്നവരാ. അവരുടെ അമ്മമാര് വന്നു. ആ അമ്മ എന്നോട് ഇംഗ്ലീഷ് പറയുക, എന്നിട്ട് പറയുക, ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. വി ആർ വെരി ഹാപ്പി. എന്നോട് ഇംഗ്ലീഷ് പറയുക. അമ്മയ്ക്ക് ഇന്നലെ പോകണ്ട, കയ്യിൽ ചരട്, കഴുത്തിൽ ചരട്. അപ്പൊ അവരിത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ള സങ്കടം എനിക്കുള്ളത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നവർക്ക് തിരിച്ചറിവ് കിട്ടുന്നില്ല. അപ്പോൾ ഭാഷ പോലും പ്രശ്നമല്ലാത്ത രീതിയിൽ ദൈവം കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ആ ഫ്ലോ പോകുന്നതുകൊണ്ട് രണ്ടാമത് ഞാൻ ചിന്തിച്ചു, കർത്താവിനോട് പറഞ്ഞു, ഈ റിവൈവൽ തുടങ്ങി 3-ാം ദിവസം കർത്താവിനോട് പറഞ്ഞു, ഓഫറിംഗ് എടുക്കരുതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നും ഒരു ഓഫറിംഗ് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, പാസ്റ്റർ നിലയിൽ ദൈവമേ, ഫസ്റ്റ് വീക്ക് ടൈത്തൊക്കെ വരുമോ? രാത്രി 1 മണിക്കൊക്കെ ടൈത്ത് വരുന്നത്. ടൈത്ത് എന്ന് പറഞ്ഞാൽ ചർച്ചിലുള്ളവരുടെ കാര്യമാണ്. 1 മണിക്ക് മെസ്സേജ് ടൈത്ത്. അപ്പൊ ഇത് നമ്മൾ ഓഫറിംഗ് പറഞ്ഞില്ലെങ്കിലും ടൈത്ത് തരാനുള്ളവരെ പരിശുദ്ധാത്മാവ് വായിപ്പിച്ചോളൂ. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ. അപ്പോഴാണ് ആ ഫേവർ വരുന്നത്. ഫേവർ. ഞങ്ങളുടെ ഓണറാണെങ്കിൽ ചില കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ മേളിൽ നല്ല ആഹാരം കൊടുക്കുമായിരുന്നു എല്ലാ സൺഡേയും. ഒരു 6-7 മാസത്തിന് മുന്നേ അദ്ദേഹം പറഞ്ഞു, ഞാനിത് വാടകയ്ക്ക് കൊടുക്കാൻ പോകും, മേളിൽ നിങ്ങൾ ഇനി ആഹാരം കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ആഹാരം കൊടുക്കുന്ന കാര്യം. ഈ റിവൈവൽ വന്നപ്പം ജോ വർഷിപ്പ് ചെയ്ത ഒരു സെഷനിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഓണർ തൊപ്പിയൊക്കെ വെച്ച് പുറകെ വന്നിപ്പുണ്ട്. കർത്താവിന്റെ കൃപയാൽ വളരെ ശാന്തവേറിയ വർഷിപ്പ്. ഞാൻ ചിന്തിച്ചു, ഇമ്പാർട്ടേഷൻ സമയത്തെക്കാരും വന്നിരുന്നെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം ബോധം കിട്ടാനെ ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇമ്പാർട്ടേഷൻ കിട്ടിയേനെ, ഏതെങ്കിലും ഒന്നും സംഭവിച്ചേനെ. എന്തായാലും അദ്ദേഹം വളരെ ശാന്തനായിട്ട് ബാക്കി വന്നിട്ട് ഭയങ്കര പീസ്ഫുൾ വർഷിപ്പിനിടെ വന്നിട്ട് പോയി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പുറകെ പോയിട്ട് അദ്ദേഹം എന്റെ അഡ്മിൻ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ ലവ് ജീസസ്. പറയുക ബ്രാഹ്മണ, ഐ ലവ് ജീസസ്, ഐ ലവ് അനീഷ്. ടെല്ലിം. എന്നെ അനീഷ് എന്നാ വിളിക്കുന്നത്. ഐ ലവ് യു ഓൾസോ. വിനുവായിട്ട് എന്നും വഴക്കുണ്ടാക്കുന്നത്, എന്നും വഴക്കുണ്ടാക്കും വിനുവായിട്ട്. നിങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ആപ്പ് പൊട്ടിച്ചു, ഇത് പൊട്ടി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വിനു ആ തക്കം മുതലെടുത്ത് ചോദിച്ചു, സർ, no space here. Can we use the 4th floor? Can we put a tent? Can we serve food? This is Jesus building. You do everything. അപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ് ഒരു അക്രൈസ്തവനായി രക്ഷിക്കപ്പെടാത്ത ആളെ പോലും സ്വാധീനിച്ചോളും. ഇന്ന് കേരളത്തിൽ നമ്മളെ ഇതര സമുദായക്കാർ അക്സെപ്റ്റ് ചെയ്യാത്ത റീസൺ എന്താണെന്ന് അറിയാമോ? പ്രസൻസ് ക്യാരി ചെയ്യണം. എന്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് ബിനീഷ് കൊടിയേരി. ബിനീഷ് കൊടിയേരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞങ്ങൾ പഠിച്ച മാറിവനസ് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് SFI യൂണിറ്റിന്റെ ലീഡേഴ്സ് ആയിരുന്നു. ഒരുമിച്ച് പല തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്. മാറിവനസ് മുഴുവൻ രാഷ്ട്രീയക്കാരായിരുന്നു അന്ന്. അച്ചൂമൻ ഉമ്മൻചാണ്ടി സാറിന്റെ മോള്, പിന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ജ്യോതി, ഞങ്ങളെല്ലാം സമകാലികരായിട്ട് പഠിച്ചതാണ്. ഒരിക്കൽ ട്രിവാൻഡ്രം മോളിൽ പോയപ്പം, പിള്ളേരെ കൊണ്ട് മോളിൽ പോയപ്പോൾ ബിനീഷ് കൊടിയേരി അവിടെ വെച്ച് കണ്ടു. ബിനീഷ് കൊടിയേരി എന്നോട് ചോദിക്കുക, എന്തോ മാറ്റമാണ് നിനക്ക്? ചില മെസ്സേജസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഈ പീസ് കിട്ടുന്ന മെസ്സേജസ് ഉണ്ടെങ്കിൽ നീ എനിക്ക് അയച്ചു തരണം. പണ്ട് ഒരുമിച്ച് തല്ലുണ്ടാക്കിയവര് പീസ് കിട്ടുന്ന മെസ്സേജ് ഉണ്ടെങ്കിൽ അയച്ചു തരണം എന്ന് പറഞ്ഞു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കേരളത്തില്, ഇപ്പോഴും അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കേരളത്തിൽ നേരത്തെ വലതുപക്ഷം ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയുടെ മകനാണ്. ഇന്നും എൻ്റെ വളരെ അടുത്ത് വലിയ ബിസിനസ്സുകാരൻ. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ തന്നെ കോടികൾ ബിസിനസ് ഉള്ളവരാണ്. അവനൊരു മുസ്ലിമാണ്.
അവൻ പറഞ്ഞു, എനിക്ക് നിന്റെ മെസ്സേജ് ഇഷ്ടമാണ്, പക്ഷെ നിന്റെനേക്കാളും ടിനുപാസിന്റെ മെസ്സേജ് എനിക്കിഷ്ടവും. അവിടെ ഞാൻ പരാജയപ്പെട്ടു. കാരണം അദ്ദേഹം കൂടുതൽ പ്രസൻസ് ക്യാരി ചെയ്യുന്നുണ്ട്. നിന്റെ അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ടിനു ജോർജ് എന്ന് പറഞ്ഞ ആ പുള്ളി ഉണ്ടല്ലോ. അപ്പം കേരളത്തിലെ ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ മകൻ ടിനുപാസിന് മെസ്സേജ് ചെയ്യുക. പ്രസൻസ് ഉള്ളിടത്ത് ഇത് വരുള്ളൂ. പ്രസൻസ് ഇത് വെളിപ്പെടും. കേരളത്തിൽ ഇത് വെളിപ്പെടും. കേരളത്തിൽ വെളിപ്പെടും. കേരളത്തിന്റെ ഓപ്പോസിഷൻ ലീഡർ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പല ലൈവുകളും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരുന്നപ്പോൾ കേരള പോലീസ് വാച്ചിങ് വിത്ത് യു എന്ന് വന്നു. ഇവിടെ മീഡിയ പേടിച്ചു പോയി. കേരള പോലീസുകാരെന്തിനാ നമ്മളെ കാണും? ഞാൻ പറഞ്ഞു, പേടിക്കാൻ എന്തുള്ളു? ഇവിടെ നമ്മളൊന്നും രാജ്യത്തിനെതിരെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതങ്ങനെ ലൈവ് കട്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇത് ലോകം അറിയേണ്ട ഉണർവാ. പിന്നീട് നമ്മൾ അറിഞ്ഞത് ആ ലോഗിൻ ഉണ്ടായിരുന്ന രക്ഷിക്കപ്പെട്ടൊരു പോലീസുകാരൻ കണ്ടയാന്നുള്ളു. ഞാൻ ആദ്യമേ പറഞ്ഞു, കേരള പോലീസിന് അന്വേഷിക്കണമെങ്കിൽ ഇന്റലിജൻസ് ഇവിടെ വന്നിരുന്ന് അന്വേഷിച്ചോളൂ. ആരും ഫേസ്ബുക്കിന്റെ അകത്ത് കയറി കേരള പോലീസ് വാച്ചിങ് എഴുതി കാണിച്ച് മണ്ടത്തിൽ ആരെങ്കിലും കാണിക്കുമോ? ആരുടെ മൊബൈലല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, ലോഗിനില്ല. കേരളത്തിലൊരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തയാ. കഴിഞ്ഞ ദിവസം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്നിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അഡ്വക്കേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതൊന്നും നോർമൽ പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് മാത്രമല്ല, വേസ് ഓഫ് ലൈഫിൽ ഹൈ ആയി നിൽക്കുന്ന ബിസിനസ്സുകാർ, അവർക്ക് ഈ പ്രസൻസ് സെൻസ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ഒരു ചെറിയ ദൈവത്തിന്റെ മൂവിന്റെ അകത്ത് ഇത്രയധികം പ്രസൻസ് സെൻസ് ജനം ടച്ച് ചെയ്യപ്പെടുന്നെങ്കിൽ, കേരളത്തിലെ എല്ലാ ചർച്ചസിന്റെ അകത്തും ഈ പ്രസൻസ് വെളിപ്പെട്ടിരുന്നെങ്കിൽ, വാവ്, ഒറ്റ ദിവസം കൊണ്ട് 3.5 കോടി ജനം യേശുവിലേക്ക് തിരിഞ്ഞു. കമോൺ, വിശ്വസിക്കുന്നെങ്കിൽ വായികളൊക്കെ തുറന്നു പറയാം. വായികൾ തുറന്നു പറയാം. അന്യഭാഷയിൽ പറഞ്ഞാട്ടെ. കമോൺ, നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെ ചർച്ചസും ദൈവത്തിന്റെ പ്രസൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ചർച്ചസ് ആകട്ടെ. നമ്മുടെ മിനിസ്ട്രി പ്രസൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതാകട്ടെ. എനിക്ക് പലപ്പോഴും അബദ്ധം ഇപ്പോഴും പറ്റാറുണ്ട്. ഞാൻ ഇതിനുശേഷം ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിച്ചു. ഞാനൊരു മെസ്സേജ് എഴുതിക്കൊണ്ട് പോയാൽ അത് തീർക്കാതെ ഞാൻ നിർത്തത്തില്ല. പക്ഷേ ഈ റിവൈവലിൽ ഞാൻ പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവിടെ പ്രസംഗിച്ച് തുടങ്ങാനേ നമുക്ക് അവകാശമുള്ളൂ. തുടങ്ങുക, ബാക്കി കർത്താവ് ചെയ്തോളും. ഞാൻ പണ്ട് അവസാനത്ത് പോയിട്ട് അപ്പോഴത്തേക്ക് വലിച്ചു നീട്ടി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ തള്ളി മാറ്റി എൻ്റെ പ്രസംഗത്തിന് പ്രാധാന്യം കൂടുന്ന പോലെ ആയിപ്പോയി. പ്രസംഗിക്കണം, നല്ലതായിട്ട് പ്രസംഗിക്കാൻ അവസരം കിട്ടിയ പ്രസംഗിക്കണം, പോയിന്റ് എഴുതി പ്രസംഗിക്കാൻ, നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഹോളി സ്പിരിറ്റിനെ തടുത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രസംഗങ്ങൾ വെളിപ്പെടരുത്. കാരണം ഹോളി സ്പിരിറ്റ് ഒരാളുടെ സ്പിരിറ്റിലേക്ക് വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും വളരെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിശ്വസിക്കുന്നെങ്കിൽ അന്യഭാഷകൾ പറയാം, നന്നായിട്ട് അന്യഭാഷകൾ പറയാം. ഞാൻ 3 തലങ്ങൾ പറഞ്ഞു. ഫെയ്ത്തിന്റെ തലം പറഞ്ഞു, അനോയിന്റിങ്ങിന്റെ തലം പറഞ്ഞു, ഗ്ലോറിയുടെ തലം പറഞ്ഞു. ഫെയ്ത്തിന്റെ തലം കൂടുതൽ നമ്മളെ പേഴ്സണലിയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മകളുടെ സൗഖ്യം, ചെവി കേൾക്കാൻ പറ്റാതെ ജനിച്ചു. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മതി. എന്റെ മകളെ കർത്താവ് സൗഖ്യമാക്കി. അതെന്റെ പേഴ്സണൽ ലൈഫിലാണ്. അനോയിന്റിങ് തലത്തിലേക്ക് വരുമ്പോൾ കൂടുതലും നമ്മൾ ലോക്കൽ ചർച്ചിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ മിനിസ്ട്രിയാണ് സ്വാധീനിക്കുന്നത്. ആ ഇമ്പാക്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് ലോക്കൽ ചർച്ചിനാണ് നമുക്കത് കൊടുക്കാൻ പറ്റുന്നത്. ഗ്ലോറിയുടെ പ്രത്യേകതയാണ്, ചർച്ചിന് പുറത്തേക്ക് സാധനം ഒഴുകും. അത് നേഷൻസിലേക്ക് പോകും. കർത്താവിന്റെ ലാംഗ്വേജ് അങ്ങനെയായിരുന്നു, ഗോ ടു ദി എൻഡ്സ് ഓഫ് ദി വേൾഡ് ആൻഡ് പ്രീച്ച് ദി ഗോസ്പൽ. അപ്പോൾ ആദ്യമേ കർത്താവ് തന്നിരിക്കുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് നേഷൻസ് ആണ്. ആ നേഷൻസിൽ നമ്മളൊരു എന്താ പറയാ, ഒരു ആ രാജ്യത്തിൽ പോയി എന്ന് പറയുന്നതിനേക്കാളും ദൈവത്തിന്റെ കിങ്ഡം എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ദൈവം പ്രയോജനപ്പെടുത്താൻ ദൈവം നിങ്ങളെ വിടണം. അങ്ങനത്തെ രാജ്യങ്ങളിൽ പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടണം. റാദർ ദാൻ ഒരു സെയിം സർക്കിളിൽ തന്നെ വീണ്ടും വീണ്ടും പോകാതെ. ഇപ്പോൾ ഈ ലൈവായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യത്തിൽ, സുറിനാം എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും ഒരു പാസ്റ്റർ കണക്റ്റഡ് ആണ്. അദ്ദേഹം വളരെ നല്ല അനുഭവങ്ങൾ അയക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ പോകണം, ആരെങ്കിലും പോകണം. ഫിജി കണക്റ്റഡ് ആണ്. ഫിജിയിൽ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ വർഷങ്ങൾക്ക് മുൻപേ ഓസ്ട്രേലിയയിലെ അഡ്ലൈഡിൽ പാസ്റ്റർ ബാബു കുരുവിളയുടെ ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുവാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്, കാരണം അവിടെ ഈ അബോർജിൻസ് ഉണ്ട്. ഓസ്ട്രേലിയയുടെ കഥയും കൂടെ ഞാൻ പറയാം. ആ സമയത്തൊന്നും എനിക്കിങ്ങനെ US
UK, ഓസ്ട്രേലിയ ഒന്നും പോകാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവൻ നോർത്ത് ഇന്ത്യൻ ഫോക്കസ്ഡ് ആയിരുന്നു. നോർത്ത് ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക ഇവിടെയൊക്കെ പോകണം എന്നായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരാൻ സാജൻ ഈശോ പാസ്റ്റർ, കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ നിന്ന് ജോയിൻ ചെയ്ത് സാജൻ ഈശോ പാസ്റ്ററാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, പാസ്റ്റർ ഓസ്ട്രേലിയ വരണം എന്ന് പറഞ്ഞു. ഞാൻ സ്ട്രേറ്റ് അവേ പറഞ്ഞു, ഞാൻ വരത്തില്ല, അങ്ങനത്തെ ഒരു വിളി എൻ്റെ മേലില്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞില്ല, വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വിളിച്ചു, ഞാൻ കേട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഫിന്നി പാസ്റ്ററെ വിളിച്ച് ചോദിച്ചു, ഫിന്നി പാസ്റ്ററിന്റെ സ്പിരിച്വൽ മെന്ററാ, പാസ്റ്റർ എന്നെ ഓസ്ട്രേലിയ വിളിക്കുന്നത്, എനിക്ക് അങ്ങനത്തെ രാജ്യത്തിൽ പോകാൻ ഇഷ്ടമില്ല, എന്നെ പോലെ നേപ്പാളിൽ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോയേനെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, സാജൻ ഈശോ പാസ്റ്റർ ഒരു അപ്പോസ്തലനാണ്, ഒരു ദൈവദാസൻ, വളരെ സീനിയർ ദൈവദാസനാണ്, വളരെ ഡിസ്റെസ്പെക്റ്റ് ആണ് നിങ്ങൾ കാണിച്ചത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ദൈവത്തിന് പല പദ്ധതികളുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അവിടെ പോയി മലയാളം ചർച്ച പ്രസംഗിക്കാൻ മേല, നല്ല വെറൈറ്റി ആയിരുന്നെങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, വിസ അപ്ലൈ ചെയ്യാം, വിസ കിട്ടിയാൽ അനീഷ് പാസ്റ്റർ അവിടെ പോകണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കാം. അങ്ങനെ ഞാൻ വിസ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തു. വിസ അപ്ലൈ ചെയ്യാൻ കൊടുത്തപ്പോൾ ട്രാവൽ ഏജന്റ്, എനിക്ക് തോന്നുന്നു ആ വിസ എടുത്ത് നമ്മുടെ ഷാജി ബ്രദർ ആണെന്നു, ഷാജി ബ്രദർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഷാജി ബ്രദർ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ രക്ഷിക്കപ്പെട്ട ആരോ തന്നെ എനിക്ക് വിസ അപ്ലൈ ചെയ്യുന്നത്. വിസ അപ്ലൈ ചെയ്തപ്പോൾ അവരെന്റെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് പറഞ്ഞു 3 ലക്ഷം രൂപയുണ്ടെങ്കിൽ വിസ കിട്ടത്തുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ 500 രൂപയുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി വിസ കിട്ടുമെന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞ പൈസ എടുത്തില്ല, കർത്താവാണ് എനിക്ക് വിസ എടുത്തെങ്കിൽ 500 രൂപയുടെ ബാങ്ക് ബാലൻസ് കൊണ്ട് വിസ തരട്ടെ. അപ്പോൾ ആ സെയിം ടൈമിൽ ഞാൻ ഓർക്കുന്നു, ചാണ്ടി പാസ്റ്റർ വിസ അപ്ലൈ ചെയ്തു, സന്തോഷ് ഡേവിഡ് പാസ്റ്റർ വിസ അപ്ലൈ. ഞാൻ പേരുകൾ പറയുന്നത് ഇതൊരു ട്രൂ സ്റ്റോറിയാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു അഹങ്കാരത്തിൽ പറയുന്നത്, നിങ്ങളത് അറിയാൻ വേണ്ടി, ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സന്തോഷ് പാസ്റ്ററും ചാണ്ടി പാസ്റ്ററും ഒക്കെ ഇതിന്റെ എല്ലാ വശങ്ങളും അറിയാം. അവർ കറക്റ്റായിട്ട്, എന്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്, സന്തോഷ് പാസ്റ്റർ ആണെന്നുള്ളൂ, കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ അറിയുന്നവരാ. 2 പേർക്കും വിസ റിജക്റ്റ് ആയി. 500 രൂപയുള്ള എനിക്ക് വിസ കിട്ടി. അപ്പൊ അവിടെയും ഞാനൊരു സന്ദേശം പറയാം, ദൈവം നിങ്ങളെ ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകണം തീരുമാനിച്ച, നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ദൈവം നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉദ്ദേശം ദൈവം ഇങ്ങനെ നോക്കും, ഡോളറാണോ ആത്മാക്കളാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ പോവുകയാണ്. ഞാൻ ആദ്യം ഇറങ്ങുന്നത് ബ്രിസ്ബെയിനിലാണ്. ബ്രിസ്ബെയിനിൽ ഇറങ്ങുമ്പോൾ വെർജിൻ എന്നാണ് ഞാൻ ആദ്യം കാണുന്ന വേർഡ്. വർഷങ്ങൾക്ക് മുൻപേ ഞാൻ IT എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് ഞാൻ വെർജിൻ ബ്ലൂ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ എയർലൈൻസിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് ഒത്തിരി ഓസ്ട്രേലിയൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ മാനേജർ പറഞ്ഞു, നിന്നെ പെർമനന്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ അയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പിങ്ങിനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് എൻ്റെ 20s 25 വയസ്സിനൊക്കെ മുന്നേ ഞാൻ ജോലി കിട്ടിയ സമയത്ത്, 22, 23 ആ സമയത്തായിരിക്കും, എൻ്റെ പാസ്പോർട്ട് വിസയ്ക്ക് വേണ്ടി പോയി. ആ പ്രോജക്റ്റ് എൻ്റെ ഡ്രോപ്പായി. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി, ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റാത്തതിനും ഈ വെർജിന്റെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തതിനും. ഞാനതങ്ങ് മറന്നേ പോയി, വർഷങ്ങൾ കഴിഞ്ഞ് മറന്നുപോയി. പക്ഷെ ഈ വെർജിൻ എന്ന് ഞാൻ ബോർഡ് ആദ്യം കാണുമ്പോൾ കർത്താവിനെ ഓർമ്മിപ്പിച്ചു, നീ വർഷങ്ങൾക്ക് മുന്നേ നിനക്ക് ഓസ്ട്രേലിയ വന്ന് ജോലി ചെയ്യണം നീ ആഗ്രഹിച്ചില്ലേ, നീ ഇന്ന് ഒരു IT-യുടെ എഞ്ചിനീയർ ആയിട്ടല്ല നീ വന്നിരിക്കുന്നത്, നീ എൻ്റെ അംബാസഡർ ആയിട്ടാ ഇന്ന് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. അവർ ഗോഡ് ഇസ് സോ വണ്ടർഫുൾ. നമ്മുടെ ദൈവം അത്ഭുതവാനാണ്. ഞാൻ ആ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ കരഞ്ഞു, ഞാൻ മറന്നേ പോയി. എനിക്കതൊരു ആ സമയത്ത് ഫുൾ ടൈം മനസ്സിലായിരുന്നു ഇപ്പോഴത്തേക്ക്. അപ്പോൾ എൻ്റെ അന്നത്തെ IT ജോലി ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഗോഡ് ഇസ് സോ ബ്യൂട്ടിഫുൾ. വേറെ എന്തൊക്കെ ബോർഡ് കാണാമായിരുന്നു, പക്ഷെ ഞാൻ ആദ്യം കാണുന്ന ബോർഡ് ഫ്ലൈറ്റിൽ അവരുടെ ഹാങ്ങറാണ് കാണുന്നത്. അഡ്ലൈഡിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്,